M1-ലെ ക്ലാസ് ടീച്ചറാണ്. വർഷങ്ങളായി M1 തന്നെയാണ്. കാരണം കൊച്ചുകുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുട്ടി ഓട്ടോമാറ്റിക്കലി അതിന്റെ പാർട്സും പഠിച്ചു കഴിഞ്ഞു. അതുപോലെ അവർക്ക് പിന്നെയും അത് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, സെൻസോർ ഏരിയ, ലാംഗ്വേജ് ഏരിയ, മാത്സ് ഏരിയ, കൾച്ചറൽ ഏരിയ. ഈ 5 ഏരിയസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള വന്ന ടൈമിൽ ഭയങ്കരമായിട്ട് കരഞ്ഞു വന്ന മക്കളുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാവരും സെറ്റായി ആക്ടിവിറ്റീസ് തുടങ്ങി, ട്രേസിംഗ് തുടങ്ങി, സ്ലേറ്റിലും നോട്ട്ബുക്കിലും റൈറ്റിംഗ് ഒക്കെ തുടങ്ങിയ മക്കളുണ്ട്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ മക്കളെ കുറിച്ച് അല്ലേ? എല്ലാവരായിട്ട് മിങ്കിളാവാത്ത കുട്ടികളുണ്ട്, നന്നായിട്ട് മിങ്കിളാവുന്ന കുട്ടികളുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവര് സർക്കിൾ ടൈം മോർണിംഗ്. അപ്പോ ഇവിടെ വിശാലമായ ലാബ് ഉണ്ട്. നിങ്ങൾക്കറിയാലോ ഇതൊരു പക്കാ മോണ്ടിസോറി സ്ഥാപനമാണ്. വിശാലമായ ഒരു ലാബ് M1-ലുണ്ട്, M2-ലുണ്ട്, M3-ലുണ്ട്. അപ്പൊ ഞങ്ങൾ ലാബിലൊക്കെ ഫസ്റ്റ് ഒരു ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പെട്ടെന്ന് ചെയ്യുന്നവരുണ്ട്, സ്ലോ ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ പെട്ടെന്ന് ചെയ്യുന്നവരെ ലാഗ് ചെയ്യിപ്പിക്കാതെ അടുത്ത അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് മൊബൈലിന്റെ യൂസ്നെസ് കുറയ്ക്കുക. വീട്ടിലെ കുട്ടികൾ ഷോർട്സ് ഇതൊക്കെ കാണുമ്പോൾ അതിന്റെ പെട്ടെന്ന് നമുക്കത് ഒഴിവാക്കാൻ പറ്റൂല. കാരണം ഈ നൗ ജനറേഷൻ നമുക്കത് ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് കുറച്ച് വരിക, ഒറ്റയടിക്ക് കുട്ടികളോട് മൊബൈൽ ഉപയോഗിക്കേണ്ട, എടുക്കേണ്ട എന്നുള്ള ആ രീതി കുറച്ചിട്ട് ടൈം കുറച്ചിട്ട് വരിക. കാരണം അതിന്റെ ഇറിറ്റേഷൻ കുട്ടികൾ രാവിലെ വന്നിട്ട് ക്ലാസ്സിന് കാണിക്കുന്നുണ്ട്, കണ്ണ് തിരുമുന്നുണ്ട്, ഉറങ്ങി പോകുന്നുണ്ട്. കാരണം ദ യൂസ് ഓഫ് മൊബൈൽ. വ്യഞ്ജനാക്ഷരങ്ങൾ വെച്ചിട്ടാണ് തുടങ്ങിയത്. വ്യഞ്ജനാക്ഷരങ്ങള്, സ്വരാക്ഷരങ്ങള്, പിന്നെ 2 letter വേർഡ്സ്, റീഡിങ്ങും റൈറ്റിങ്ങും നമ്മളിപ്പം കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷില് ഇപ്പൊ ടീച്ചർ ബോക്സ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വരുന്നു. അതിൽ മക്കൾക്ക് റീഡിങ്ങും റൈറ്റിങ്ങും കൂടെ കൂടിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വരുന്നത് ഓറൽ സെക്ഷൻ ആണ്. അത് നമ്മുടെ ആഫ്റ്റർ ലഞ്ചിന് ശേഷം നമ്മൾ ഓറൽ സെക്ഷന് വേണ്ടിയിട്ട് പ്രത്യേക ക്ലാസ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് അവർക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനുള്ള രീതിയിൽ അവരുടെ കഴിവുകൾ നമ്മൾ കുറച്ചുകൂടെ അതൊന്ന് വിപുലീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഓറലായിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് M3 ക്ലാസ്സിൽ നിന്നാണ്. അപ്പോൾ ലെറ്റേഴ്സ് മാത്രമാണ് അറബിക്കിൽ M3 പഠിക്കുന്നുള്ളൂ. 1.5 മാസം പതുക്കെ, ഇന്ന് 13-ാം തീയതി ആവുമ്പോൾ 1.5 മാസം പതുക്കെയായി. ഈ 1.5 മാസത്തിൽ M1, M2, M3 ക്ലാസ്സുകളിൽ നിങ്ങളുടെ കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് ടീച്ചേഴ്സ് പറഞ്ഞു. സിലബസ് 1 മുതൽ 4-4.5 വയസ്സുള്ള കുട്ടികൾ വളരെ ഈ ഒരു അറ്റ്മോസ്ഫിയറുമായിട്ട് നമ്മൾ എന്തായാലും അവിടെ സെറ്റിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഇതാണ് ആക്ച്വലി ദിസ് ഇസ് ദ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. ഓക്കെ, അത് കഴിഞ്ഞ് കുട്ടികൾ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ വന്നിരിക്കുന്നു. അപ്പൊ അവർക്ക് സെറ്റിൽമെന്റ് ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ ബോധപൂർവം തന്നെ നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും കൊടുക്കും. അത് അവർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് വീട്ടിൽ പോകാനും മറ്റൊക്കെ. ഈ കറക്റ്റ് ടൈം ടേബിൾ സെറ്റ് ചെയ്തതിന് ശേഷം ഏത് ദിവസമാണ് അവർക്ക് പീറ്റി ഉണ്ടാവുക എന്നുള്ളത് പറയും. പിന്നെ അതുപോലെ ലാബിലേക്കൊക്കെ പോകാൻ ഇപ്പൊ വളരെ ഇൻട്രസ്റ്റ്, ഒരുപാട് സിസ്റ്റം ഉണ്ടല്ലോ കുട്ടികൾക്ക്. അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പുറത്തൊക്കെ ഞാൻ IT ലാബിലേക്ക് പോട്ടെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. M2 മുതലാണ് അറബിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. M2, M3 ലെറ്റേഴ്സ് എല്ലാം കവർ ചെയ്ത് തറവാക്കി ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് വരും. അവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കും അത് ഒന്നുകൂടെ കുട്ടികൾക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റി ബുക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ മോറലും ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഈസിയാണ്. പക്ഷെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തുടക്കത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം അവർ പഠിച്ച ലെറ്റർ, ആ ലെറ്ററിന്റെ ഷേപ്പ് മാറിയിട്ടാണ് കൂട്ടി എഴുതുമ്പോൾ വരുന്നത്. അതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു പ്രയാസം. അത് 1-2 മാസങ്ങൾ കൊണ്ട് അത് അവർ തന്നെ റെഡിയായി വരാറുണ്ട്. എന്നാലും റീഡിംഗ് ഒക്കെ ഓക്കെയാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഏതാണ്ട് കുട്ടികളൊക്കെ. ചില കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ചെറിയൊരു പ്രയാസം. പിന്നെ പ്രാവശ്യം നമ്മൾ എല്ലാ ഫെസിലിറ്റീസോടും കൂടിയിട്ട് അങ്ങനെ ഒരു ലാബ് വൈസാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു വർഷം വരുത്തിയിട്ടുള്ള മറ്റൊന്ന് പറയുന്നത്, ഈ വർഷം കുട്ടികൾക്ക് ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറെ കൂടി വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ ഒരു മെന്റൽ ഡെവലപ്പിനോടൊപ്പം തന്നെ ഫിസിക്കലിയും കൂടെ അവർ ഫിറ്റ് ആയിട്ട് ഇരുന്നാല്, ഹെൽത്ത് വൈസും കൂടെ അവർ ഫിറ്റ് ആയിട്ട് ഇരുന്നാലേ നമ്മുടെ ബാക്കി അക്കാദമിക് കാര്യങ്ങളായിട്ടായാലും നോൺ അക്കാദമിക് കാര്യങ്ങളായിട്ടും അവർ ഉഷാറാവുള്ളൂ. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ റീഡിങ് ആൻഡ് റൈറ്റിംഗ് അതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ബിക്കോസ് പുതിയത് ജോയിൻ ആയിട്ടുള്ള കുട്ടികളുണ്ട് നമ്മുടെ ക്ലാസ്സിൽ, നമ്മുടെ സ്കൂളിൽ. അപ്പോൾ അവർക്ക് ഈ റീഡിങ്ങും റൈറ്റിങ്ങും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഓൾ സബ്ജക്ട്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് എന്താ, ഇംഗ്ലീഷ് റീഡിങ്ങും റൈറ്റിംഗും ആണ്. അത് ബേസിൽ തന്നെ തുടങ്ങണം. അപ്പൊ ആ ലാംഗ്വേജ്
പഠിക്കാൻ നമ്മളിവിടെ ഒരു ഇംഗ്ലീഷ് എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ക്ലാസ്സിൽ കുറച്ച് കുട്ടികൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുപോലെ ജോഗ്രഫിയിൽ എന്താണ് ഗാലക്സി, മിൽക്കി വേ ഗാലക്സി, ഈ ടോപ്പിക്സ് ആണ് പോയത്. അതുപോലെ തന്നെ സോളാർ സിസ്റ്റം, ആസ്ട്രോണമി, ആസ്ട്രോണമർ എന്നീ ടോപ്പിക്സ് ആണ് പോയത്. മിൽക്കി വേ ഗാലക്സി നമുക്ക് കേൾക്കുമ്പോൾ എന്താണെന്ന് വിചാരിക്കേണ്ട, ഇറ്റ് ഈസ് അവർ ഓൺ ഗാലക്സി. അത് മാത്രം ഒരൊറ്റ വരി മാത്രമേ കൊടുക്കാറുള്ളൂ. മിൽക്കി വേ ഗാലക്സി ഇതൊക്കെ കുട്ടികൾ പഠിക്കുമെന്ന് വിചാരിക്കേണ്ട. അതിങ്ങനെ വൈഡായിട്ട് പോകും. ഇതിന്റെ റിപ്പീറ്റേഷൻ തന്നെയാണ്. പിന്നെ നമ്മൾ ഇപ്രാവശ്യം റീഡിങ്ങിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് 4th മുതൽ 4th, 5th, 6th നമ്മൾ ഒരു ബുക്ക് 2 വീക്കിന് ഒരു ബുക്ക് കൊടുത്തയക്കുന്നത് വീട്ടില്. 5th, 6th ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്കറിയാം 1 മുതൽ 5th വരെ കമ്പ്യൂട്ടറിന് ടെക്സ്റ്റ് ബുക്ക് ഇല്ല. എന്നിരുന്നാലും കറക്റ്റ് ഒരു സിലബസ് നമുക്കുണ്ട്. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും കൊണ്ടുപോകുന്നത്. അവരെ എല്ലാ കാര്യങ്ങളും സ്വയം ചെയ്യാൻ അവരെ പര്യാപ്തമാക്കുന്ന സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മുടെ എലമെന്ററി മോണ്ടിസോറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സിസ്റ്റം. കോർഡിനേഷൻ കപ്പാസിറ്റി, മാനേജ്മെന്റ് സ്കിൽ, ഇങ്ങനെ ക്രിയേറ്റിവിറ്റി ആൻഡ് കൊളാബറേഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ട് അവിടെ കൊടുക്കുന്ന കുഞ്ഞു പ്രാക്ടിക്കൽ സ്റ്റഡീസിന് ഏറ്റവും എലാബറേറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ആയിട്ടുള്ള മെത്തേഡാണ് നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പല വർക്ക്ഷോപ്സും കഴിഞ്ഞ വർഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവർ എല്ലാ സൊസൈറ്റിയിൽ ഇടപഴകേണ്ട പല സിറ്റുവേഷൻസും ഇവിടെ ടീച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച് അവരിതിങ്ങനെ വർക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പഠിക്കാറുണ്ടായിരുന്നത്, ഇൻക്ലൂഡിങ് കുക്കിംഗ് അടക്കം. പഠനത്തോടൊപ്പം കുട്ടികളെ സ്കില്ല് കുട്ടി ഇങ്ങനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുകയാണ്. നിർബന്ധിതമായി കുട്ടി അത് ആവുകയാണ്. മനസ്സിലായോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മളിവിടെ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യും. ആർട്സ്, സ്പോർട്സ്, ആനുവൽ ഡേയ്സ്, അതർ ഫംഗ്ഷൻസ്, സെലിബ്രേഷൻസ്. അപ്പൊ ഇതിലൊക്കെ നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ മൊത്തം നമ്മൾ ചാർട്ട് ചെയ്തിട്ടുള്ള 1st മുതൽ 6th വരെയുള്ള കുട്ടികളില് വോളണ്ടിയേഴ്സ് ആകാൻ പര്യാപ്തമായ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള കുട്ടികളെ ഒരു കാറ്റഗറി ആക്കും. പിന്നെ ഡാൻസ് അല്ലെങ്കിൽ സിംഗിങ് എന്നുള്ള പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള കുട്ടികളെ വേറെ ചാർട്ടാക്കും. പിന്നെ സ്പീച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പവർ, മറ്റുള്ളവരായിട്ട് ഭയങ്കര കൊളാബറേഷൻ പവറുള്ള കുട്ടികളെ വേറെ ചാർട്ടിലാക്കും. ഇങ്ങനെ ചെയ്തിട്ട് ഓരോ പ്രോഗ്രാമിനും അതിനനുസരിച്ചിട്ടുള്ള അവർക്ക് ഒരു ഫെസിലിറ്റി കൊടുക്കും. നമ്മൾ കഴിഞ്ഞ ആനുവലിലേക്ക് കുറച്ച് പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാരന്റ്സിന്റെ മുന്നിൽ. അതിലൊന്നാണ് നമ്മുടെ എഡ്യൂഡ്രൈവ് എന്നുള്ള പ്രോഗ്രാം. അതായത് LGES UGS പ്രോഗ്രാമാണ്. നിലവിലെ ഗവൺമെന്റ് സ്കൂളിലെ LSSനും USSനും തതുല്യമായിട്ട് അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമ്മൾ കൊടുക്കുന്ന, നമ്മുടെ സ്കൂളിൽ കൊടുക്കുന്ന പ്രോഗ്രാമാണ് ലോവർ ഗ്രേഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അപ്പർ ഗ്രേഡ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അത് LGS വരുന്നത് 4th-ലാണ്, UGS വരുന്നത് 7th-ലാണ്. ഇവർക്ക് ഒരു ഹാപ്പിനെസ് മോഡ് വേണം, ഇവർക്ക് പങ്കെടുക്കാൻ പല അവസരങ്ങൾ വേണം, ഇവരുടെ പല കഴിവുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള സാധ്യതകൾ വേണം. അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇവരുടെ പല സ്കില്ലുകൾ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഇവിടെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. വെറും കുട്ടികൾ വന്ന് പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല, അല്ലെ? കുട്ടികൾ ഇപ്പൊ ഒരു ടീച്ചറാണെങ്കിൽ ക്ലാസ്സിൽ വരുന്നു, പഠിപ്പിക്കുന്നു, പോവുക, അല്ലെ? കം ടീച്ച് ആൻഡ് ഗോ എന്നുള്ള സോ സിമ്പിൾ. അതാണ് ടീച്ചിങ്, ലെക്ചറിങ് എന്ന് പറയുന്നത്. ഡെയിലീസ് പ്രൊവൈഡ് ചെയ്യുന്ന അതല്ല. വി ആർ ഫോളോയിങ് മെന്ററിങ്. അവർ ടീച്ചേഴ്സ് ആർ മെന്ററിങ് അവർ സ്റ്റുഡൻസ്. അവർ മെന്ററിങ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഓൾമോസ്റ്റ് ഒരു അക്കാഡമിക്കിൽ നമ്മൾ 1.5 മാസം ചെയ്തിട്ടുള്ള പല കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളും ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ എന്നോടോ ചോദിക്കാനുള്ളത് തുറന്ന് ചോദിക്കാം, എന്ത് ആശങ്കകളും ചോദിക്കാം. അതിനനുസരിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ മീറ്റിംഗിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇനി പാരന്റ്സ് ടീച്ചേഴ്സ് ഇന്ററാക്ഷൻ ആണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.